റഹ്മാനെ റബ്ബ് കബൂലാക്കട്ടെ. നമ്മുടെ ഇരുത്തവും നമ്മുടെ അമലുകളൊക്കെ പരിപൂർണാർത്ഥത്തിൽ റഹ്മാനെ റബ്ബ് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ ഇന്നലെ മഗ്‌രിബിയോട് കൂടെ പിറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ മുത്തുനബി എന്ന ഏറ്റവും വലിയ റഹ്മത്ത് ലോകത്തിന് ലഭിച്ച ഒരു മാസമാണ്. എല്ലാ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും ഇൻഷാ അല്ലാഹ് ഇന്നലെ മുതൽ നമ്മുടെ പള്ളിയിൽ മൗലിദ് ആരംഭിച്ചിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. റഹ്മാനെ റബ്ബ് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പിക്ചർ ആരെയാക്കണം എന്നതിൽ വലിയ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല. കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആൾ, എല്ലാവരാലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൽ അറിയപ്പെട്ട ഒരാൾ, അങ്ങനെയാണ് അധികം പ്രൊഫൈൽ പിക്ചറായിട്ട് സെലക്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഇനിയിപ്പോൾ അതൊന്നും കിട്ടില്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പൂവോ അല്ലെങ്കിൽ ഒരു പച്ചക്കുബ്ബയോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് വെച്ചിട്ട് നമ്മൾ ഒപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഏകദേശം ലോകത്ത് 800 കോടി ജനതയുണ്ട്. 800 കോടി ജനതയുള്ള ഈ ലോകത്ത് ലോകം മുഴുവനും ഉൾക്കൊണ്ടിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അവിടെ ആരാകണം അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്നയിടത്തും ലോകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. 800 കോടി ജനതയുള്ള ലോകത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മുഴുവനായി ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ പ്രൊഫൈലായി ഐക്കണായി ആരെ സെലക്ട് ചെയ്യണം എന്നിടത്ത് ചർച്ച നടക്കുന്നുണ്ട്. മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ പുസ്തകം ദ 100 എന്ന പുസ്തകം നമ്മൾ എടുത്തു വായിക്കുമ്പോൾ അതിൽ ലോകത്തെ സ്വാധീനിച്ച 100 നായകന്മാരെ എഴുതിയതിൽ ഒന്നാമനായിട്ട് മൈക്കിൾ എച്ച് ഹാർട്ട് എഴുതുന്നത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമനായ റസൂലിൻ്റെ പവിത്രതയേറുന്നത് അതിന് തൊട്ടു താഴെയുള്ള 99 ആളുകളെയും വായിക്കുമ്പോഴാണ്. രണ്ടാമൻ ഐസക് ന്യൂട്ടൻ രണ്ടാമനായ, യേശുക്രിസ്തു മൂന്നാമനായ, ശ്രീബുദ്ധൻ നാലാമനായ, ഐൻസ്റ്റീൻ 34ആയ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് 33ആയ, അങ്ങനെ 52ാമത് ഖത്താബിൻ്റെ പുത്രൻ ഖലീഫ ഉമറായ റളിയല്ലാഹു അൻഹു. നമ്മുടെ കീശയിലുള്ള നോട്ടിലെ ഫോട്ടോയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഫൈലായ ഗാന്ധിജിക്ക് ഇടമില്ലാത്ത 100 ആളുകൾ സെലക്ട് ചെയ്തതിൽ ഒന്നാമനായി മൈക്കിൾ എച്ച് ഹാർട്ട് എഴുതുന്നത് മുത്തുനബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് റസൂൽ എന്ന ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ സ്വാധീനിച്ച മഹാനായകന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായി എഴുതപ്പെട്ടത്? സാമൂഹ്യപരമായി, രാഷ്ട്രീയപരമായി, നമ്മുടെ ഏതും ലോകത്തിൽ മനുഷ്യൻ ഇടപെടുന്ന ഏതു മേഖലകളെടുത്താലും അവിടെയൊക്കെ റസൂൽ ഒന്നാമനായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ ഇന്ന് ആചരിക്കുന്ന ഈ കലണ്ടർ 2026 എത്തി നിൽക്കുന്ന കലണ്ടർ ഒരഭിപ്രായ പ്രകാരം CE 570 ജൂൺ 5-നാണ്. മറ്റൊരഭിപ്രായ പ്രകാരം CE 571 ഏപ്രിൽ 21-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലിന് ജന്മം നൽകുന്നത്. CE 609 ഓഗസ്റ്റ് 17-നാണ് മുത്തുനബിക്ക് നുബുവത്ത് ലഭിക്കുന്നത്. CE 632 ജൂൺ 8-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2026 മുതൽ ഈ കലണ്ടർ പ്രകാരം 2026-ൽ നിന്ന് 600 വർഷം ഒന്ന് ബേക്കോട്ട് പോയാൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്ത് നടന്നുപോയ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഫോട്ടോ പോലും ബാക്കി വെക്കാതെ ജീവിച്ചു പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കേൾക്കാൻ ഒരു ശബ്ദം ബാക്കി വെക്കാതെ പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് ഓർക്കപ്പെടാൻ ഒരു പ്രതിമയോ ഒരു കാരിക്കേച്ചറോ പ്രൊമോട്ട് ചെയ്യാത്ത ദീനുൽ ഇസ്ലാമിന്റെ വക്താവായി കടന്നുപോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, 100 വർഷങ്ങൾക്ക് പിന്നെ എഴുതപ്പെട്ട ഒരു പുസ്തകം പോലും ചിതലരിക്കുന്ന മാറ്റത്തിരുത്തലുകൾ വന്ന കാലഘട്ടത്താണ് 1400 വർഷങ്ങൾക്ക് മുമ്പേ നടന്നുപോയ ഒരാൾ ഇതുപോലെ കൃത്യമായിട്ട് അനുധാവനം ചെയ്യുന്ന, ഇതുപോലെ കൃത്യമായിട്ട് അനുകരിക്കുന്ന, കൃത്യമായിട്ട് അനുസരിക്കപ്പെടുന്ന ഒരു നേതാവിനെ നമുക്ക് കാണാനാകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ റബീഉൽ അവ്വലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഈ സമുദായത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ നമ്മുടെ മലബാറിന്റെ ചരിത്രം അനുസരിച്ച്, നമ്മുടെ മലബാറിന്റെ പാരമ്പര്യത്തിൽ നമ്മുടെ റബീഉൽ അവ്വലിൽ മാലയുണ്ട്, മൗലിദുണ്ട്, ഓത്തുണ്ട്. നമ്മുടെ റബീഉൽ അവ്വലിൽ ദഫുണ്ട്, താളമുണ്ട്, വർണ്ണമുണ്ട്, മധുരമുണ്ട്, നബിദിന റാലിയുണ്ട്, പ്രോഗ്രാമുകളെല്ലാം ഉണ്ട്. ഈ റബീഉൽ അവ്വൽ ഏതോ ഒരു കാലഘട്ടത്തിൽ മലബാറിലെ പണ്ടത്തെ മൊല്ലൊക്കെ എഴുതി വെച്ചതല്ല. ഇതിനങ്ങ് മക്ക മുതൽ ഇങ്ങ് യമന് വരെ, ഇതിനങ്ങ് അലസ്ക മുതൽ സൈബീരിയ വരെ, ഇതിനങ്ങ് ചൈന മുതൽ ചാട് വരെ കൃത്യമായ പാരമ്പര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മക്കയിൽ ആചരിച്ചിരുന്നു എന്ന് ഇബ്നു ബത്തൂത്തയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ, ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനാകും. ഇന്ന് നമ്മൾ യമനിലേക്ക് പോയാൽ എന്ത് മനോഹരമായിട്ടാണ് അവിടെ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ആ
ആഫ്രിക്കയിലെ ചാടിലേക്ക് പോയാൽ എന്ത് മനോഹരമായിട്ടാണ് മൗലിദ് അവിടെ ആചരിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലക്സയിൽ, സൈബീരിയയിൽ, ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലും മലബാറിൽ മാത്രമല്ല റസൂൽ ആചരിക്കപ്പെടുകയാണ്. റസൂൽ സന്തോഷത്തിന്റെ ആ സന്തോഷ പ്രകടനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മൾ ഈ മൗലിദ് എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് മൗലിദ് എന്നൊരു ചർച്ചയുണ്ട്. എന്താണ് മൗലിദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്താണ് മൗലിദ്. പുണ്യമാണ്. റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണ്ട എന്നതിൽ ആർക്കും തർക്കമില്ല. യാ അയ്യുഹല്ലദീന യാ അയ്യുഹൻ നബി ഇന്നാ റസൂലുള്ളാഹി പടച്ചറബ് പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികത്തു, അല്ലാഹും റബ്ബും മലായികത്തും സ്വലാത്ത് ചെല്ലുന്നു, അതുകൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്ന് പരിശുദ്ധ ഖുർആനാണ്. റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. മറ്റൊന്ന് മുത്തുനബിയുടെ ചരിത്രമാണ്. റസൂലിന്റെ ചരിത്രം പഠിക്കണ്ട എന്നും നമുക്കാർക്കും അഭിപ്രായമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ്. മറ്റൊന്ന് റസൂലിനെ മാതൃകയാക്കലാണ്, ജീവിതത്തിൽ ഉൾക്കൊള്ളലാണ്. പിന്നെ ഭക്ഷണ വിതരണമാണ്. എല്ലാം നല്ല കാര്യമാണ്. ഒരുപാട് പൂക്കളെ കൊണ്ട് ഒരു പൂങ്കാവനം എന്ന പോലെ, ഒരുപാട് കളറുകളെ കൊണ്ട് ഒരു മഴവിൽ എന്ന പോലെ, ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട് സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ മാത്രമാണ് പവിത്രമാക്കപ്പെട്ട മൗലിദിന്റെ സദസ്സുകളിൽ നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത്, നമ്മൾ ഒരുമിച്ചിരുന്ന് ചെല്ലുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിയുന്നവരൊക്കെയും നമ്മുടെ മൗലിദിന്റെ സംഗമങ്ങളിൽ പങ്കെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൽബ് കൊണ്ട് കാണാവുന്നവണം. സിദ്ദീഖ് കണ്ട റസൂലിനെയാണ് നമ്മൾ കാണേണ്ടത്. ഖത്താബിന്റെ പുത്രൻ കണ്ട റസൂലിനെയാണ് നമ്മൾ കാണേണ്ടത്. അബൂജഹൽ കണ്ട റസൂലിനെയല്ല. അബൂജഹൽ കണ്ടത് കേവലം അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിനെ മാത്രമാണ്. പക്ഷെ സിദ്ദീഖ് കണ്ടത് അള്ളാന്റെ ദൂതനായ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെയാണ് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ കൽബിൽ നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടത്. ഒരിക്കൽ ഖത്താബിന്റെ പുത്രൻ റളിയല്ലാഹു അൻഹു ഖലീഫ ഉമർ തങ്ങൾ, അവിടുത്തെ ഭരണകാലത്താൻ ഉമർ തങ്ങൾ പാതിരാ നേരം ഇങ്ങനെ നടക്കാൻ, പാതിരാ നേരത്ത് നടക്കുന്ന നേരത്ത് ഒരു വീട്ടിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ജറാദിന്റെ വട്ടം കാണുന്നുണ്ട്. ആ വട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉമ്മയുടെ കവിത കേൾക്കുന്നുണ്ട്. അലാ മുഹമ്മദുൻ സലാത്തുൽ അബ്റാരി സല്ലല്ലാഹു അലൈഹിൽ മുസ്തഫൗനൽ ഖിയാറു ഖദ് കുൻത ഖവ്വാമൻ ബഖാ ബിൽ അസ്ഹാരി യാ ലൈത ശഅരി വൽ മനായ അത്വാറു എന്ന് തുടങ്ങുന്ന കവിയാണ്. ഒരു ഉമ്മ പാതിരാ നേരത്ത് കണ്ണീർ പൊഴിച്ചിട്ട് കവിത പാടാണ്. അല്ല റസൂൽ, ലോകത്തിന്റെ എല്ലാ സ്വലാത്തും, ലോകത്തിന്റെ എല്ലാ സലാമും ഇതാ അങ്ങയുടെ മേൽ വർഷിക്കപ്പെടുകയാണ്. ലോകം മുഴുവനും അങ്ങയെ പ്രകീർത്തിക്കുകയാണ്. ഈ പാവപ്പെട്ട ഈ വനിതയും ഇതാ അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലി, സലാം ചൊല്ലി കൺകുളിർക്കൈ ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി വരികയാണ്. അവസാനം ആ ഉമ്മ ചോദിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ മരണം എന്നിലേക്ക് വിരുന്നെത്തുന്നത്? എൻ്റെ മരണം എപ്പോഴാണ് എന്നിലേക്ക് വിരുന്നെത്തുന്നത്? ആ വിരുന്നെത്തുന്ന നേരം എനിക്കെൻ്റെ റസൂലിനെ കാണാമല്ലോ എന്ന കാവ്യം പാടുന്ന ഉമ്മയുടെ കവിത കേട്ടപ്പോഴാണ് എ സിംഗിൾ സ്പിരിച്വൽ ഡൊമീനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്ന് ഭൗതിക ചരിത്രകാരന്മാരെ വരെ എഴുതി വെച്ച 20 ഭൗതിക രാഷ്ട്രങ്ങളെ അടക്കി ഭരിച്ച ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, റസൂൽ വരെ ലാ നബിയ ബഅദി, എന്റെ ശേഷം ഒരു നബിയില്ലെന്നും ഇനി അഥവാ വരുമായിരുന്നെങ്കിൽ കാന ഉമർ, അത് ഉമർ ആകുമായിരുന്നേനെ എന്ന് മുത്തുനബി പറഞ്ഞ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത്, നിലാവിന്റെ വട്ടത്ത്, അർദ്ധരാത്രിയുടെ ആദ്യാന്ത സമയത്ത് ആ കിളവിയുടെ ഉമ്മ മാത്രമുള്ള ആ കിളവിയുടെ വീടിന്റെ വാതിൽക്കൽ പോയിട്ട് മുട്ടാൻ. എന്നിട്ട് മുട്ടിട്ട് ചോദിക്കുന്നുണ്ട്, വാതിലൊന്ന് തുറക്കൂ. ഉള്ളിൽ ഉമ്മ ചോദിക്കുന്നുണ്ട്, ആരാൻ? പാതിരാ നേരത്ത് ആരുമില്ലാത്ത കിളവിയുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്നത് ആരാൻ? പുറത്തു നിന്ന് പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീനാണ്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, അല്ല അമീറുൽ മുഅ്മിനീൻ, പാതിരാ നേരത്ത് ആരുമില്ലാത്ത ഈ കിളവിയുടെ വീട്ടുമുറ്റത്ത് അങ്ങേക്കെന്തു കാര്യം? കരഞ്ഞുകൊണ്ട് ഉമർ തങ്ങൾക്ക് മറുപടി കൊടുക്കാനാകുന്നില്ല. അവിടെ ഉമ്മറപ്പടിയിൽ ഉമർ തങ്ങൾ ഇരുന്നൂന്നാൻ. ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ഉമ്മ വാതിൽ തുറന്ന് വന്നപ്പോൾ ഖത്താബിന്റെ പുത്രൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളങ്ങ് നാളെ സ്വർഗത്തിൽ റസൂലുള്ളയായി ചെയ്യുന്ന നേരം ഈ പാവപ്പെട്ട ഉമറിനും കൂടെ കൂട്ടാൻ ഉമ്മ അങ്ങ് റസൂലുള്ളാഹിനോട് പറയോ എന്ന് ചോദിക്കുന്ന ഖത്താബിന്റെ പുത്രൻ ഉമർ തങ്ങളുടെ കൽബിലുള്ള നബിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിലുണ്ടാവേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കണ്ട ആളുകൾ ഒരുപാട് ആളുകളേറെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി, നമുക്ക് ചരിത്രമറിയാം. കർണുകാരനായ ഉവൈസ്, ഭ്രാന്തനെന്ന് എല്ലാവരാലും വിളിക്കപ്പെട്ട ഉവൈസ് ഇങ്ങനെ മലമുകളിൽ നിൽക്കുന്നതാണ്. മലമുകളിൽ താമസിക്കുന്ന ഉവൈസ് ഹജ്ജിന്റെ സമയമായാൽ കർണിലേക്ക്, പട്ടണത്തിലേക്ക് ഇറങ്ങി വരുത്രേ. എന്നിട്ട് പട്ടണത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഹജ്ജ് ചെയ്ത് വരുന്നവരെ, ഹാജിമാരെ കാണുമ്പോൾ ഹൽമിൻ മദീന, മദീനക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന, മദീനത്ത് നിന്ന് വന്നവരുണ്ടോ എന്ന് ചോദിക്കുന്ന, എൻ്റെ മുത്തുനബിയുടെ പച്ചക്കുബ്ബ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്ന, മദീനത്ത് നിന്ന് വരുന്നവരെ കണ്ടാൽ വാരിപ്പുണർന്ന് ചുംബിക്കുന്ന, ഇതെൻ്റെ റസൂലിൻ്റെ പച്ചക്കുബ്ബ കണ്ട കണ്ണാൻ, ഇതെൻ്റെ റസൂലിൻ്റെ മദീന ചവിട്ടിയ കാലാണെന്നൊക്കെ പറഞ്ഞിട്ട് വാരി വാരി ചുംബിക്കുന്ന ഉവൈസിന്റെ കൽബിലുണ്ടായിരുന്ന റസൂലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടത്. ആ റസൂലിനെ നമ്മുടെ കൽബിൽ കാണണം. ഇനി ആരും മദീനത്തു നിന്ന് വന്നവരില്ല എന്ന് പറയും,
പറയുമ്പോൾ വീണ്ടും അതേ മല വെച്ച് കയറിപ്പോകും ഉവൈസ് ഒരിക്കലിങ്ങനെ ഉവൈസുൽ ഖർനി പറയുന്നുണ്ട്, ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണമൊക്കെയും കാക്കക്ക് ഇങ്ങനെ പെറുക്കിയിട്ടെടുത്തിട്ട് ഉവൈസ് തങ്ങൾ പറയാൻ, പടച്ചോനെ ഉവൈസ് അധികം തിന്നിട്ടില്ല, ഉവൈസ് അധികം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഉവൈസ് എച്ചില് മാത്രമേ തിന്നിട്ടുള്ളൂ, ഉവൈസ് വേസ്റ്റ് മാത്രമേ തിന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ നിന്റെ പക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം തിന്നാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ അധികം തിന്നാൽ ഈ ഭക്ഷണത്തിന് വരെ ഖാലിക്കായ റബ്ബിനോട് എനിക്ക് മറുപടി പറയേണ്ടി വരും. ആ മറുപടി പറയേണ്ട സമയം വരെ എനിക്ക് എൻ്റെ റസൂലിനെ കാണാൻ ഞാൻ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് റസൂലിനെ കാണാൻ കാത്തിരിക്കാനാവില്ല. അതുകൊണ്ട് ഉവൈസ് എച്ചില് മാത്രമേ തിന്നിട്ടുള്ളൂ എന്ന് പറയുന്ന കർണകാരനായ ഉവൈസിന്റെ കൽബിലുണ്ടായിരുന്ന റസൂലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിലുണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക പൂക്കണം, കൽബിൽ റസൂൽ ഉണ്ടാവണം. മദ്ഹിന്റെ സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം, റസൂലിനെ ഓർത്തൊന്ന് കരയണം. ഇതേ റബീഉൽ അവ്വൽ 12 രാവിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ദിവസങ്ങളിൽ എവിടെയൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഏറെക്കുറെ എല്ലാ പണ്ഡിതന്മാരും 12 എന്ന അഭിപ്രായം തന്നെയാണ്. പക്ഷെ തിങ്കളാഴ്ചയാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. റബീഉൽ അവ്വലിലാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. റബീ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം വസന്തം എന്നാണ്. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസന്തം എന്നാണ്. ഒന്നാമത്തെ വസന്തമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവിയുടെ വീട്ടുമുറ്റത്ത് ഒരു പ്രഭാത നേരം മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിൽ പറന്നുപോണ റസൂൽ. എല്ലാ പകലിലും പ്രസവിക്കുന്ന ഒരു സൂര്യന് അന്നത്തെ പാതിര വരെ മാത്രമാണ് ആയുസ് ഉണ്ടാകാറുള്ളത്. പക്ഷേ അന്ന് പ്രസവിച്ച ഒരു സൂര്യൻ, അന്ന് ആമിന ബീവിയുടെ വീട്ടുമുറ്റത്തുണ്ടായ ഒരു സൂര്യൻ കത്തിജ്വലിക്കുന്ന, ലോകങ്ങൾക്ക് മുഴുവനും വെളിച്ചമാകുന്ന ഒരു റസൂലായി 1500 വർഷങ്ങൾക്കിപ്പുറവും മാറാത്ത പ്രകാശമായി, ഒരിക്കലും കെട്ടുപോവാത്ത പ്രകാശമായി, ഒരു തനിമ നഷ്ടപ്പെടാത്ത, പൂർണ്ണതക്കെവിടെയോ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നിലനിൽക്കുകയാണ്. മുത്തുനബിയെ നമ്മൾ കേൾക്കണം, റസൂലിനെ നമ്മൾ പാടണം, റസൂലിനെ നമ്മൾ അറിയണം. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാനേ ഉള്ളൂ. ഇവിടെ മൗലിദ് സദസ്സ് നടക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് നാളെ റബ്ബിനെ റസൂലിനെ കണ്ട നേരം, അല്ലടാ നീ എൻ്റെ മൗലിദിന് പങ്കെടുത്തിട്ടില്ലേ എന്ന് റസൂൽ ചോദിക്കുമ്പോൾ എന്താണ് മറുപടി പറയുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂലിനോട് മുത്തുനബിയെ ഇന്ന റബീഉൽ അവ്വൽ, ഇതാ ഒരു 2026 റബീഉൽ അവ്വൽ 30 ദിവസവും ഞാൻ അങ്ങയുടെ പേരിൽ മൗലിദ് ചൊല്ലിയിട്ടുണ്ട്, ഞാൻ 1,00,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയാനായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് എൻ്റെ കൈ ഇങ്ങനെ മുശാഫഹ ചെയ്തത് മുതൽ, എൻ്റെ കൈ ഇങ്ങനെ തൊട്ടത് മുതൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ ഔറത്ത് വരെ സ്പർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ പറയാൻ. 8-ാം വയസ്സിലാണ് ഞാൻ എൻ്റെ റസൂലിനെ കാണുന്നത്. ഞാൻ എൻ്റെ റസൂലിനെ 8-ാം വയസ്സിൽ കണ്ടത് മുതൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരു ഹറാമും കണ്ടിട്ടില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. അലിയാർ തങ്ങൾ പറഞ്ഞ പോലെ, ഉസ്മാൻ തങ്ങൾ പറഞ്ഞ പോലെ ഇതേ വാക്കുകൾക്ക് നാളെ സ്വർഗ്ഗത്ത് പോയാലും പറയാൻ സാധിക്കും, റസൂലെ അങ്ങയെ തൊട്ടത് മുതൽ എൻ്റെ കൈ എൻ്റെ ഔറത്ത് സ്പർശിച്ചിട്ടില്ല എന്ന് ഉസ്മാൻ തങ്ങൾ നാളെ അഭിമാനം പറയും റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട്. അലിയാർ തങ്ങളും പറയും, ഞാനൊരു ഹറാമും കണ്ടിട്ടില്ല, അവസാനമായിട്ട് അങ്ങയെ കണ്ടത് മുതൽ, ആദ്യമായിട്ട് ഞാൻ അങ്ങയെ കണ്ടത് മുതൽ ഞാനൊരു ഹറാമും കണ്ടിട്ടില്ല എന്ന് അലിയാർ തങ്ങളും പറയും. അപ്പൊ പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, 2026 റബീഉൽ അവ്വൽ റസൂലെ അങ്ങയുടെ റബീഇന്റെ സന്തോഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ബാക്കിയാക്കിയിട്ടുണ്ടെന്ന് പറയാൻ, 30 ദിവസവും മൗലിദ് ചൊല്ലിയിട്ടുണ്ടെന്ന് പറയാൻ, അന്ന് മുതൽ മരണം വരെ ജീവിതത്തിൽ ഒരു 10 സലാത്തെങ്കിലും റസൂലെ അങ്ങയുടെ പേരിൽ ഞാൻ ചൊല്ലിയിട്ടുണ്ടെന്ന് പറയാൻ, എല്ലാ തിങ്കളാഴ്ചയും അങ്ങ് പിറന്നതിൻ്റെ സന്തോഷത്തിൽ ഒരു ചെറിയ മധുരം എൻ്റെ വീട്ടുകാർക്കെങ്കിലും ഞാൻ നൽകിയിട്ടുണ്ടെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമാവണം. അതിൽ മാത്രം പ്രാപ്തമായ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ, റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് പൂക്കുന്ന കൽബിൽ, ആശിഖീങ്ങൾ വസിക്കുന്ന കൽബാക്കി അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അള്ളാഹു മാറ്റുമാറാവട്ടെ. നാളെ റസൂലിനെ കാണാൻ, മുത്തുനബിയുടെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ, റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാൻ, മുത്തുനബിയുടെ കൈയും പിടിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ റസൂലിന് സമ്മതിക്കുകയാണെങ്കിൽ നെറ്റിത്തരത്തിൽ ഒരു മുത്തം കൊടുക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന്റെ മൗലിദ് സദസ്സിലേക്കുള്ള ചായക്കുള്ള ലിസ്റ്റ് പുറത്തിട്ടിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട VKCK വകയായിരുന്നു, ഇന്ന് നമ്മുടെ KCK വകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ദിവസങ്ങൾ തുടക്കാലിയാണ്. എല്ലാവർക്കും ആകാം, വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചെറിയ പൈസക്ക് കൊടുത്താൽ കിട്ടാവുന്നത് വലിയ സമ്പാദ്യമാണ് എന്ന കൃത്യമായ ബോധ്യത്തോടെ എല്ലാവരും എഴുതണം. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു പരിപൂർണ്ണത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും, നമ്മുടെ മക്കളുടെ പരിപാടി പ്രോഗ്രാമൊക്കെ വരികയാണ്. റഹ്മാനായ റബ്ബ് പരിപൂർണ്ണത്വത്തിൽ, റഹ്മാനായ റബ്ബ് എല്ലാം കബൂലാക്കി പരിപൂർണ്ണത്വത്തിൽ നാളെ പാരിത്രിക ലോകത്തേക്ക് ഉപകാരപ്പെടുന്ന എല്ലാ സമ്പാദ്യങ്ങളും, നമ്മുടെ സേവനങ്ങളും, നമ്മുടെ ഉയർപ്പൊലിപ്പിക്കലൊക്കെ ആക്കി അള്ളാഹു എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മയ്യിദ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ
KCK നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ